ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Deva Star Homes, Punalur. Elegant Restaurant, Sara Complex near Union Bank, TB Junction, KP Road, Punalur. ചരിത്രം വിളിച്ചൂതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണിയിൽ ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യവിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനാഗുറൽ ഓഫർ ഫോർ ആൾ അറേബ്യൻ ഫുഡ്, സ്പെഷ്യൽ പാക്കേജ് ഫോർ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ, ഫാമിലി മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, ആൾ അതർ ഫംഗ്ഷൻ. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475 222 9077. Elegant Restaurant, Sara Complex near Union Bank, TB Junction, KP Road, Punalur. Elegant Restaurant. Get more of what you really want. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ വിജിത് കുമാർ. പ്രധാന വാർത്തകൾ. വിജയത്തിന്റെ പടവുകൾ കയറി വീണ്ടും പുനലൂർ താലൂക്ക് ആശുപത്രി. ചരിത്രത്തിലാദ്യമായി കൈമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ താലൂക്ക് ആശുപത്രിയിൽ വിജയകരമായി നടത്തി. കരവാളൂർ ഗ്രാമപഞ്ചായത്തിനെ ലഹരി വിമുക്തമാക്കാൻ വിമുക്തി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ നിക്ഷേപത്തിൽ പൊറുതിമുട്ടി കിഴക്കൻ മേഖല. തെന്മലയിലെയും പരിസര പ്രദേശങ്ങളിലും മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു. വാർത്തകൾ വിശദമായി. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ വിജയകിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി. ചരിത്രത്തിൽ ആദ്യമായി കൈമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ താലൂക്ക് ആശുപത്രിയിൽ വിജയകരമായി പൂർത്തിയാക്കി. ചൊവ്വാഴ്ചയായിരുന്നു ശസ്ത്രക്രിയ. ഓർത്തോ വിഭാഗം ഡോക്ടർ അനു ജോർജിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 7:30 ആരംഭിച്ച ശസ്ത്രക്രിയ 1.25 മണിക്കൂറുകൾ കൊണ്ടാണ് പൂർത്തിയാക്കിയത്. തലവൂർ കുര തോട്ടത്തിൽ വീട്ടിൽ ജയകുമാരിയുടെ ഇടത് കൈമുട്ടാണ് മാറ്റിവെച്ചത്. 1 വർഷം മുമ്പ് മറിഞ്ഞു വീണ് ഇടത് കൈമുട്ടിന് ഇവർക്ക് ക്ഷതമേറ്റിരുന്നു. ഇതിനെ തുടർന്ന് ഇടത് കൈക്ക് വൈകല്യവും ഉണ്ടായി. കൈ മടക്കുവാനോ നിവർത്തുവാനോ കഴിഞ്ഞിരുന്നില്ല. ഇടത് കൈ ഉപയോഗശൂന്യമായി മാറിയ സാഹചര്യത്തിലാണ് ഡോക്ടർ അനു ജോർജ് കൈമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത്. ഗവൺമെന്റ് ആശുപത്രിയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത്. കൈക്ക് ഒടിവ് പറ്റി വളഞ്ഞ അവസ്ഥയിൽ, ഒട്ടും അനക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എൽബോ ജോയിന്റ് സ്റ്റിഫായിട്ടാണ് ഈ പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരുന്നത്. പേഷ്യന്റിന്റെ മുമ്പിൽ ഇങ്ങനെയുള്ള ഒരു സർജിക്കൽ ഓപ്ഷൻ വെക്കുകയും അവർ സന്നദ്ധ അറിയിച്ചും പ്രകാരം സൂപ്രണ്ടിനോട് ഇത് സംസാരിക്കുകയും നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും ആശുപത്രിയിൽ ഈ ഒരു സർജറിക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും സൂപ്രണ്ട് ഒരുക്കി തന്നതിൻ്റെയും ഫലമായിട്ടാണ് നമുക്കിന്ന് ഈ ഓപ്പറേഷൻ വിജയകരമായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റിയത്. പ്രൈവറ്റ് ആശുപത്രിയിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഓപ്പറേഷൻ നമുക്ക് ഗവൺമെൻറ് ആശുപത്രി, അതൊരു താലൂക്ക് ആശുപത്രിയുടെ സെറ്റപ്പിൽ ചെയ്യാനൊക്കെ ആയിട്ട് സാധിച്ചു. രോഗിക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ കൈ ചലിപ്പിച്ച് തുടങ്ങാനൊക്കെ പറ്റും. മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ നിലവിൽ രോഗിക്കില്ല. വളരെ വിജയകരമായിട്ട് തന്നെ സർജറി നടന്നിട്ടുണ്ട്. ശസ്ത്രക്രിയയെ തുടർന്ന് ഇടത് കൈ പൂർവ്വസ്ഥിതിയിലായി. കൈ മടക്കുവാനും നിവർത്തുവാനുമെല്ലാം ഇപ്പോൾ ഗീതാകുമാരിക്ക് കഴിയുന്നുണ്ടെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും വിജയകരമായി താലൂക്ക് ആശുപത്രിയിൽ നേരത്തെ നടന്നിരുന്നു. ആധുനിക സംവിധാനങ്ങളിലൂടെ രോഗികൾക്ക് ആശ്വാസം പകരുന്ന ആശുപത്രി ഇതിനകം നിരവധി അംഗീകാരങ്ങളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകാരങ്ങൾ ഉൾപ്പെടെ 1 ഡസനോളം അംഗീകാരങ്ങൾ പുനലൂർ താലൂക്ക് ആശുപത്രിയെ തേടിയെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണത്തിലെ ഭരണാനുമതിയുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രിയുടെ ചേംബറിൽ യോഗം വിളിച്ചു ചേർത്തു. വനം വകുപ്പ് മന്ത്രിയും സ്ഥലം MLA-യുമായ K. രാജു ഇടപെട്ടാണ് യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ, വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജു, ജില്ലാ കളക്ടർ, PWD ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. PWD ആണ് അണ്ടർ പാസേജിന് ഫണ്ട് അനുവദിക്കേണ്ടത്. ഇതിനുള്ള ഭരണാനുമതി ഉടൻ തന്നെ ലഭ്യമാക്കാൻ ചൊവ്വാഴ്ചത്തെ യോഗത്തിൽ ധാരണയായി. ഭരണാനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മാർച്ച് 20 കൂടുന്ന സംസ്ഥാനതല മോണിറ്ററിംഗ് കമ്മിറ്റി അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറപ്പെടുവിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ KSRTCയുടെ നവീകരണത്തിനായി 1,60,00,000 രൂപ അനുവദിച്ചു. സ്ഥലം MLA ആയ K. രാജുവിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. KSRTC ഡിപ്പോ ഇന്റർലോക്ക് ഇട്ട് ഫ്ലോർ വൃത്തിയാക്കുന്നതിനു വേണ്ടി 20 ലക്ഷം രൂപയാണ് നേരത്തെ അനുവദിച്ചിരുന്നത്. ഡിപ്പോ ഒന്നാകെ ഇന്റർലോക്ക് ഇടേണ്ടുന്ന 3000 സ്ക്വയർ മീറ്റർ സ്ഥാപിക്കാൻ എസ്റ്റിമേറ്റിന് പ്രകാരം 81,08,000 രൂപ ആവശ്യമാണ്. മന്ത്രി നേരത്തെ അനുവദിച്ച 20 ലക്ഷം രൂപയോടൊപ്പം 60 ലക്ഷം രൂപ കൂടി അനുവദിച്ച് 80 ലക്ഷം രൂപയുടെ നിർമ്മാണം നടത്താനുള്ള ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ വനിതാ വിശ്രമ കേന്ദ്രത്തിനും ഗ്യാരേജിന്റെ പ്രാഥമിക നിർമ്മാണത്തിനുമായി 80 ലക്ഷം രൂപ കൂടി ചേർത്ത് മൊത്തം 1,60,00,000 രൂപ ഡിപ്പോ വികസനത്തിനായി അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ വിമുക്തി പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല ഒരു നാടിന് ആവശ്യമായിട്ടുള്ളത്. ഏത് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയകരമായി നടത്തണമെങ്കിലും നല്ല ആരോഗ്യമുള്ള, നല്ല മനസ്സുള്ള, നല്ല അറിവും ബോധവും എല്ലാം ഉള്ള ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന കാഴ്ചപ്പാടോടുകൂടിയിട്ടാണ് കേരളം ഒരു മദ്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം. പഞ്ചായത്ത് പ്രസിഡന്റ് V. രാജൻ ചടങ്ങിൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് J. ഫസലുദ്ദീൻ കുഞ്ഞ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഇത് അച്ഛനും അമ്മയും വിളിക്കുന്നതിന് ആവശ്യമില്ല. അച്ഛനും അമ്മയ്ക്കും ഈ കുട്ടി എവിടെയുണ്ടെന്ന് അറിയുന്നതിനും ആവശ്യമില്ല. എന്നാൽ ഈ കുട്ടി എവിടെയുണ്ടെന്ന് അങ്ങനെ അറിയാൻ പറ്റൂ. കുട്ടി ഒരു സ്ഥലത്ത് നിന്നും മരം പറയും, ആ കുട്ടി പെണ്ണ് പറയും, ഞാൻ ഇങ്ങനെ തന്നെ പത്ത് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കാം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ജയലക്ഷ്മി സ്വാഗതം ആശംസിച്ചു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ, കരവാളൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആശ്രാമത്ത് ഗോപാലകൃഷ്ണൻ നായർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. ശരചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീലക്ഷ്മി, ജനമൈത്രി CRO ജോർജ് കുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആശാ സുധീഷ്, S. മുരുകേശൻ, S. ബിന്ദു, KS. രാജൻപിള്ള, A. ഗോപി, S. വിദ്യ, M. നദീറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. Qualified teachers, well-equipped library and labs, smart class, kids section and extracurricular activities. My name is Stephen. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും
ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. വി ഓഫർ എ ന്യൂ ലൈഫ് സ്റ്റൈൽ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. ഫോൺ 0475 2220 9745201088. പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കജാറിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസും. അരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്. വിവിധയിനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. കിച്ചൺ കബോർഡ് ആക്സസറീസ്. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205 9946977578. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കേസ്. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. തെന്മലയിലും പരിസര പ്രദേശങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ വൻ പ്രതിഷേധം. അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ജനവാസ കേന്ദ്രങ്ങളിൽ നിക്ഷേപിക്കുന്നത്. തെന്മല ഡാം 10 ഏക്കർ റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടിക്കൊണ്ടിട്ട നിലയിൽ കണ്ടെത്തിയത്. സംഭവം നാട്ടുകാരെയും ജനപ്രതിനിധികളെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ വൃത്തിയാക്കിയ പ്രദേശത്താണ് രാത്രി മാലിന്യം കൊണ്ട് തള്ളപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഡാം മുതൽ 10 ഏക്കർ വരെയുള്ള ഭാഗം വിജനമായതിനാലും ഈ പ്രദേശത്തെ തെരുവുവിളക്കുകളൊന്നും തന്നെ പ്രകാശിക്കാത്തതും മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്നവർക്ക് സൗകര്യപ്രദമാണ്. ബാർബർ ഷോപ്പുകളിലെ മുടി മുതൽ അറവ് മാലിന്യങ്ങൾ വരെ ഇത്തരത്തിൽ ഇവിടെ തള്ളപ്പെടുന്നു. മാസങ്ങൾക്ക് മുമ്പേ ഇത്തരത്തിൽ പച്ചക്കറി മാലിന്യം ലോറിയിൽ കൊണ്ടുവന്ന് വലിച്ചെറിയുന്നതിനിടെ തെന്മല പോലീസ് 2 തമിഴ്നാട് സ്വദേശികളെ പിടികൂടിയിരുന്നു. അന്നവർ കൊല്ലം കേന്ദ്രീകരിച്ച് മാലിന്യങ്ങൾ കിഴക്കൻ മേഖലയിൽ കൊണ്ടുതള്ളുന്ന സംഘത്തിലെ ആളുകളാണെന്ന് പോലീസ് അറിയിച്ചിരുന്നു. 1 കിലോ പച്ചക്കറി മാലിന്യത്തിന് 8 രൂപ നിരക്കിൽ വാങ്ങിയാണ് ഇവർ മാലിന്യങ്ങൾ ശേഖരിച്ച് പല സ്ഥലങ്ങളിലായി വലിച്ചെറിയുന്നത്. അറവ് മാലിന്യങ്ങൾക്ക് കൂടുതൽ തുക ലഭിക്കുമെന്നും ഇവർ പോലീസിനോട് സമ്മതിച്ചിരുന്നു. വിഷയത്തിൽ പോലീസ് ഉൾപ്പെടെയുള്ള അധികാരികളുടെ അനാസ്ഥയാണ് കാണുന്നതെന്നും രാത്രികാലങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കണമെന്നും വനം വകുപ്പ് ഇവിടെ ക്യാമറ സ്ഥാപിക്കണമെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് അംഗം R. സുരേഷ് പറഞ്ഞു. അറവ് മാലിന്യങ്ങളും അതുപോലെ മറ്റു വേസ്റ്റുകളും ധാരാളം ഈ ഭാഗത്ത് കൊണ്ടുവന്ന് പുനലൂർ അവിടെ നിന്നുള്ള മേഖലകളിൽ നിന്ന് കൊണ്ട് തട്ടുകയാണ്. ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുന്നതിൻ്റെ ഭാഗമായി രാത്രികാല ചെക്കിംഗ് ഉൾപ്പെടെയുള്ളത് പോലീസ് ഭാഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ലാത്തതിൻ്റെയൊക്കെ ഭാഗമായി വ്യാപകമായി ഇത് തട്ടുന്നത് പിടിക്കുന്നതിനോ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനോ കഴിയുന്നില്ല. അത് കാരണം ഈ ടൂറിസം മേഖലയിലേക്ക് വരുന്ന ആളുകൾ മൂക്കുപൊത്തി പിടിച്ച് വരേണ്ടുന്ന സാഹചര്യമാണുള്ളത്. അടിയന്തരമായി ഇതിലിടപെട്ട് ഇതിന് പരിഹാരം കാണുന്നതിന് ആവശ്യമായ നിലപാട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കണമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ പട്ടണത്തിലെത്തുന്ന കാൽനട യാത്രികർ നടപ്പാതകളില്ലാതെ ദുരിതത്തിലാകുന്നു. നടപ്പാതകൾ അടിയന്തരമായി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പുനലൂർ നഗരത്തിൽ ഒരിടത്തും നടപ്പാതകളില്ല. കാൽനടയാത്ര ഇതുമൂലം ദുഷ്കരമായിരിക്കുകയാണ്. വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് കടന്നുപോകുമ്പോൾ യാത്രക്കാർക്ക് ഒഴിഞ്ഞു മാറാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ കുട്ടികളടക്കം മിക്കപ്പോഴും അപകടത്തിൽപ്പെടാറുണ്ട്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തിനിടെ 60ഓളം അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാൽനടയാത്രക്കാരെ വാഹനങ്ങൾ ഇടിച്ചിടുന്നതും പതിവ് സംഭവമാണ്. തിരക്കേറിയ സമയങ്ങളിൽ അപകട നിരക്ക് വർദ്ധിക്കുകയാണ്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും പോലീസ് സാന്നിധ്യം ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. അപകടങ്ങൾ നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ടവർ ആകെ ചെയ്തത് റോഡിൽ സീബ്ര ലൈനുകൾ വരച്ചതു മാത്രമാണ്. ലൈവ് വാർത്ത, പുനലൂർ. ജൈവകൃഷിയുമായി കാടിന്റെ മക്കൾ മാതൃകയാകുന്നു.
ഉറുകുന്ന മലവേടർ കോളനിയിലാണ് കാടിന്റെ മക്കൾ കൃഷി ഇറക്കുന്നത്. ഉറുകുന്ന മലവേടർ കോളനിയിലെ 2 ഏക്കർ ഭൂമിയിലാണ് കാടിന്റെ മക്കൾ കടുത്ത വേനലിലും ക്യാബേജും കോളിഫ്ലവറും ചീരയും ക്യാരറ്റുമൊക്കെ കൃഷി ഇറക്കിയത്. വനവിഭവങ്ങൾ മാത്രം ശേഖരിച്ച് ശീലമുള്ള ആദിവാസി സംഘം അങ്ങനെ ജൈവ കൃഷിയുടെ പുത്തൻ ലോകത്തേക്കും വിജയകരമായി ചുവടുവെച്ചിരിക്കുകയാണ്. വിഷരഹിത പച്ചക്കറിയുടെ സാധ്യതയാണ് ഇവർക്ക് തരിശുഭൂമിയിൽ പൊന്നുവിളയിക്കാൻ ഊർജ്ജമേകിയത്. ഒപ്പം ആദിവാസി കൂട്ടായ്മയായ തണലെന്ന സംഘടനയുടെ പിന്തുണയും. ഇക്കഴിഞ്ഞ ദിവസം മുതൽ ക്യാബേജിന്റെ വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ജലദൌർലഭ്യവും കടുത്ത വേനലുമാണ് തങ്ങളെ അലട്ടുന്ന പ്രധാന പ്രശ്നമെന്ന് ഇവർ പറയുന്നു. വെള്ളത്തിന്റെ വലിയൊരു പ്രശ്നം തന്നെയുണ്ട്. ആ വെള്ളം കുറെ കൂടെ കിട്ടുവാന്നേരി നമുക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് നമുക്ക് വെള്ളത്തിന് മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ആറ്റിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ഇത് നമ്മൾ ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു ഒരു വലിയൊരു കുളം കുടിച്ച്, ഇപ്പം ഇത്രയും വലിയ ഉണക്കില്ലാതിരുന്നെങ്കിൽ നമുക്ക് ആ കുളം കുടിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുമായിരുന്നു. നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ വിളവെടുപ്പ്. ഇന്നലെ കൃഷി ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ വിളവെടുത്ത് നമ്മൾ വിപണിയിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലോഡ് സാധനം നമ്മൾ വിപണിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവർ രാവിലെ തന്നെ വിളവെടുത്ത് കഴിഞ്ഞു. അത് വിപണിയിൽ കൊണ്ടുപോയി. ഇനിയിപ്പോൾ നമുക്കൊരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും നമുക്ക് വിളവെടുക്കത്തക്ക സൗകര്യമാകും. അങ്ങനെ വന്നാലെ കൊണ്ട് നമുക്ക് കുറേ കൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് ഈ പഞ്ചായത്തിലുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വിഷരഹിത പച്ചക്കറി കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ പ്രധാനമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒപ്പം കാട്ടുമൃഗങ്ങളുടെ ശല്യവും. വരും ദിവസങ്ങളിൽ വേനൽ കടുക്കുന്നതോടെ ടാങ്ക് നിർമ്മിച്ച് വെള്ളം കല്ലടയാറ്റിൽ നിന്നും പമ്പ് ചെയ്യാനാണ് ഇവരുടെ ആലോചന. വിത്ത് ലഭ്യത മുതൽ കൃഷിയുടെ എല്ലാ കാര്യത്തിലും തെന്മല കൃഷി ഓഫീസർ അജോയ് സുകുമാരൻ, തണൽ സംഘടനയുടെ സാരഥി സുരേഷ് കുമാർ എന്നിവരുടെ സഹായവും ഇവർക്കുണ്ട്. ലൈവ് വാർത്ത, തെന്മല. നിർമ്മാണം പൂർത്തിയായിട്ടും പുനലൂരിലെ വ്യവസായ പാർക്ക് തുറന്നു കൊടുക്കുന്നില്ല. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമാകുന്നു. കിഴക്കൻ മേഖലയുടെ വ്യവസായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ വ്യവസായ പാർക്ക് സംരംഭകർക്കായി തുറന്നു കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ പണികൾ പൂർത്തിയായിട്ടും ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുകയാണ്. വ്യവസായ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വ്യവസായ സംരംഭകർക്കായി ഇവിടെ ഒരുക്കി കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയുടെ നിർമ്മാണവും പൂർത്തിയായി. കോടികളാണ് ഇതിനായി വ്യവസായ വകുപ്പ് ചെലവിട്ടത്. വ്യവസായ സംരംഭകരെ ക്ഷണിച്ചുകൊണ്ട് നേരത്തെ തന്നെ പത്രപരസ്യങ്ങളും ചെയ്തിരുന്നു. ജനറൽ വിഭാഗത്തിലെ വ്യവസായങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. പുതിയ സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ വ്യവസായ പാർക്ക് തുറന്നു കൊടുക്കുമെന്നായിരുന്നു കിഴക്കൻ മേഖലയുടെ പ്രതീക്ഷ. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ നടപടിയെടുക്കാത്തതാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിജയത്തിന്റെ പടവുകൾ കയറി വീണ്ടും പുനലൂർ താലൂക്ക് ആശുപത്രി. ചരിത്രത്തിലാദ്യമായി കൈമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ താലൂക്ക് ആശുപത്രിയിൽ വിജയകരമായി നടത്തി. കരവാളൂർ ഗ്രാമപഞ്ചായത്തിനെ ലഹരി വിമുക്തമാക്കാൻ വിമുക്തി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. മാലിന്യ നിക്ഷേപത്തിൽ പൊറുതിമുട്ടി കിഴക്കൻ മേഖല. തെന്മലയിലെയും പരിസര പ്രദേശങ്ങളിലും മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. 2ാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ.
മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. 2 മാസത്തിന് മുമ്പാണ് ഈ സോറിയാസിസ് ആണെന്ന് അറിയുന്നത്. 6 മാസത്തിന് മുമ്പ് ഇത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞുകൂടാന്ന്. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ഗൾഫിലായിരുന്നു. ഗൾഫിൽ വെച്ച് അവിടെ ആൽനൂർ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും ഗ്രീമും അതും ഇതെല്ലാം 19,000 രൂപ അങ്ങനെ അവിടെ ചിലവായി. ശരീരം മൊത്തം പൊങ്ങി പുറത്ത് നാശമായി, നീരും കൊണ്ട് കിടക്കാനും വയ്യ, ആന്തരഭാഗം മൊത്തം കയറി വീർത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട്ടുകാർ നേഴ്സ് പറഞ്ഞ് സോറിയാസിൻ്റെ ആണ്. അങ്ങനെ പെട്ടെന്ന് കയറി വന്നാണ് ഈ ഡോക്ടറെ കണ്ട് ഇപ്പം 45 ദിവസം കൊണ്ട് പരിപൂർണ സുഖമായി. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. ഫോൺ 0475 235 4777. KCB ഓഫീസിന് സമീപം, ഷാലിമാർ ബിൽഡിംഗ്, കരുനാഗപ്പള്ളി. ഫോൺ 8086837777. ഇന്ത്യയിലും വിദേശത്തും ധാരാളം തൊഴിലവസരങ്ങളുള്ള ആയുർവേദ പഞ്ചകർമ്മ നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, പത്തനാപുരം, കരുനാഗപ്പള്ളി.